ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദേശ പര്യടനം കഴിഞ്ഞ് ശശി തരൂർ തിരിച്ചു വന്നു. പക്ഷേ അദ്ദേഹം അവിടെ പോയി കത്തിക്കസറ ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയം അത് കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ള നിലപാടിനോട് യോജിച്ചുള്ള ഒരു പെർഫോമൻസാണ് നമ്മളവിടെ കണ്ടത്. പക്ഷേ അതിനോട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വലിയ താല്പര്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. മടങ്ങി വന്നതിന് ശേഷം അതിനോട് ഏറ്റവും പുതിയ ഉദാഹരണമാണ് മടങ്ങി വന്നതിന് ശേഷമുള്ള തരൂരിനോട് അവർ കാണിക്കുന്ന അപ്രസക്തത. ഇപ്പോൾ നിലമ്പൂരിലെ ഇലക്ഷൻ്റെ പ്രചരണത്തിനൊന്നും അദ്ദേഹത്തിനെ അവർ വിളിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് യാതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ തരൂർ ആ ഒരു അപ്രസക്തതയിലേക്ക് തിരിച്ചു മടങ്ങുമോ, അതോ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പുതിയ പദ്ധതികളുണ്ടോ? തീർച്ചയായും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, AICC സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമായിരുന്നു. തരൂർ വരുമ്പോൾ വലിയൊരു സ്വീകരണം നൽകണമായിരുന്നു. അത്തരത്തിലൊരു വലിയ ഫംഗ്ഷൻ തന്നെ നടത്തേണ്ട സാഹചര്യമായിരുന്നു എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തരൂരിനെ ഒരു അനഭിമതനാക്കിക്കൊണ്ടാണ് AICCയുടെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ അവരുടെ ഒരു പെരുമാറ്റം ആർക്കായാലും അത് വലിയ വിഷമമുണ്ടാക്കും. അതുമാത്രമല്ല, നിലമ്പൂർ ഇലക്ഷനിൽ ആര്യണൻ ഷൗക്കത്തുമായി വളരെയധികം വ്യക്തിബന്ധമൊക്കെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശശി തരൂർ. നിലമ്പൂരിലേക്ക് തന്നെ ആരും വിളിച്ചില്ല, വരണമോ എന്ന് പോലും ചോദിച്ചില്ല എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊളംബിയയെ തിരുത്തി അമേരിക്കയിൽ താരമായ തരൂർ UK നിന്നും തിരുവനന്തപുരത്തെത്തുന്നത് ഫ്രഞ്ച് അംബാസഡറെ സ്വന്തം മണ്ഡലത്തിൽ വരവേൽക്കാനായിട്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് അഭിമാന പുരസ്സരം നമ്മൾ കാണേണ്ട ഒരു വ്യക്തിയായിരുന്നു ശശി തരൂർ. പക്ഷേ ഇനിയിപ്പോൾ അദ്ദേഹം പുട്ടിനെ പുട്ടിനെ കാണാനായിട്ട് പോകുന്നു. റഷ്യയിലേതും ഭാരിച്ച നയതന്ത്ര ഉത്തരവാദിത്തമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശി തരൂരിൻ്റെ അടുത്ത പദ്ധതി എന്തെന്ന് ആകാംക്ഷയിലാണ് കോൺഗ്രസും. ഇന്ത്യക്കായി ഇനി മോസ്കോ ദൗത്യവും വരുന്നു. ഏതായാലും നിലമ്പൂരിൽ പ്രചരണത്തിന് തന്നെ ആരും ക്ഷണിച്ചില്ലെന്നാണ് ശശി തരൂർ പറയുന്നത്. പ്രചരണത്തിന് വരണമോ എന്ന് പോലും ആരും ചോദിച്ചില്ല എന്നും പറയുന്നു. ഉപതെരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ശശി തരൂരിനെ പോലെ ഒരാൾ അവിടെ ചെന്ന് ഇളക്കി മറിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ആരും വിളിച്ചില്ല. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഈ ഫ്രഞ്ച് അംബാസഡർ എത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം തിരുവനന്തപുരത്ത് തരൂർ എത്തുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് അറിയാൻ കഴിയുന്നത്. ഫ്രഞ്ച് അംബാസഡർ തിയറി മാത്യുവുമായി നയതന്ത്ര സാംസ്കാരിക സംവാദത്തിലും തരൂർ പങ്കെടുക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം വീണ്ടും വിദേശയാത്രയ്ക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ശശി തരൂർ എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്കാണ് ഈ യാത്ര. അതിപ്രധാനമായ നയതന്ത്ര ദൗത്യം ഈ യാത്രയിലും തരൂരിന് മുന്നിലുണ്ടെന്നാണ് സൂചന. അതോടൊപ്പം തന്നെ റഷ്യൻ സർക്കാരിൻ്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം അനുമതി വാങ്ങിയാണ് തരൂർ പോകുന്നത്. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യയെ ഇന്ത്യയോട് ചേർത്ത് നിർത്തുകയെന്ന അനിവാര്യതയും ഈ ദൗത്യത്തിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലമ്പൂരുമായി ബന്ധപ്പെട്ട പ്രചരണത്തിലോ നിശബ്ദ പ്രചരണത്തിലോ ഒന്നും തന്നെ തരൂർ പങ്കെടുത്തില്ല. നമുക്കത് കാണാൻ കഴിഞ്ഞു. തരൂരിൻ്റെ അസാന്നിധ്യം എല്ലാവരും ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ശശി തരൂരുമായി ഏറെ വ്യക്തിബന്ധമുള്ള നേതാവായിരുന്നു നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യണൻ ഷൗക്കത്ത്. എന്നും എപ്പോഴും ഇവർ ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. എന്നാൽ നിലമ്പൂർ സ്ഥാനാർത്ഥിയായ ശേഷം ഷൗക്കത്തിൽ നിന്ന് യാതൊരു പ്രതികരണവും ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഷൗക്കത്തിന് ചിലപ്പോൾ കർശനമായ നിർദ്ദേശം മുകളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഒരിക്കലും ആര്യണൻ ഷൗക്കത്ത് ആ രീതിയിൽ പെരുമാറില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് നിലമ്പൂരിലേക്ക് തരൂർ പോകാതിരുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഓപ്പറേഷൻ സിന്ദൂറിലെ സർവകക്ഷി സംഘത്തെ തരൂർ നയിച്ചത് കോൺഗ്രസിൻ്റെ അനുവാദമില്ലാതെയായിരുന്നു. കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ ശശി തരൂരിൻ്റെ പേരുമില്ലായിരുന്നു. രാജ്യത്തിന് വേണ്ടിയുള്ള ഏത് ദൗത്യവും ഏറ്റെടുക്കുമെന്നും തരൂർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെ ആഗോളതലത്തിൽ നയതന്ത്ര ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതി ഉണ്ടാക്കുമെന്നും അതിനെ തരൂർ നയിക്കുമെന്നുമെല്ലാം റിപ്പോർട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങൾ കാരണം നിലമ്പൂരിൽ കോൺഗ്രസ്സിന് വോട്ട് ചോദിക്കാൻ തരൂർ എത്തുമോ എന്നുള്ളത് ഏറെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തരൂർ കേരളത്തിന് എത്തുന്നത് പരസ്യപ്രചരണത്തിന് ശേഷമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ അത് പറഞ്ഞ് വയ്ക്കാൻ നോക്കുന്നത്. അതിൻ്റെ പ്രചാരണത്തിന് വരാമെന്ന് തരൂർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവർ ആരും പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് കോൺഗ്രസ് അനുകൂലമായ ഒരു പ്രതികരണം പോലും നൽകിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നിലമ്പൂരുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ആരുമായും തരൂർ നടത്തിയിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. ഷൗക്കത്തും പ്രചരണത്തിന് എത്തണമെന്ന് ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും തരൂർ നിശബ്ദനായി തീരുകയായിരുന്നു. ഷൗക്കത്തിന് കർശനമായ നിർദ്ദേശം കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് എല്ലാം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇടയ്ക്കിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂരിന് ഒരു സീനിയർ നേതാവെന്നുള്ള ഒരു പരിഗണന നൽകിയില്ല സതീശൻ. അതും ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ ഇടയിലാണ് ഈ തരൂരിൻ്റെ അടുത്ത നയതന്ത്ര ദൗത്യവും ചർച്ചകളിലേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് ഫ്രഞ്ച് അംബാസഡറുമായുള്ള പരിപാടിക്ക് ശേഷം മോസ്കോയിലേക്കാണ് തരൂർ പോകുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കം പങ്കെടുക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ് ലക്ഷ്യം. ഇസ്രായേൽ ഇറാൻ സംഘർഷവും അതിൽ അമേരിക്ക എടുക്കുന്ന നിലപാടുകളുമെല്ലാം ചർച്ചയാകുന്ന ഈ സമയത്ത് തരൂരിൻ്റെ റഷ്യൻ യാത്രയ്ക്ക് പ്രാധാന്യം ഏറെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെയുള്ള ഈ യാത്രയ്ക്ക് രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധി എന്ന പരിവേഷമുണ്ടോ എന്ന ചോദ്യത്തിന് തരൂർ ക്യാമ്പ് കൃത്യമായ മറുപടി പറയുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ മാത്രമാണ് പോകുന്നതെന്നാണ് ഇത് സംബന്ധിച്ച് തരൂർ നൽകുന്ന വിശദീകരണം. റഷ്യൻ സർക്കാർ നേരിട്ട് നടത്തുന്ന കോൺഫറൻസിലാണ് തരൂർ പങ്കെടുക്കുക എന്നതും സൂചനകളുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലാറ്റിൻ അമേരിക്കയിലും തരൂർ നടത്തിയ നയതന്ത്ര ഇടപെടൽ നിർണായകമായി. പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയ ഇന്ത്യക്ക് അനുകൂലമായി തിരുത്തലും വരുത്തി. പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ അമേരിക്കൻ ജനപ്രതിനിധി കളിയാക്കിയതും തരൂരസത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെ UK തരൂർ പോയി. ലണ്ടൻ ദൗത്യവും രാജ്യത്തിന് വേണ്ടിയാണെന്ന സൂചനയുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റഷ്യൻ യാത്രയ്ക്ക് പ്ലാൻ വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് ഈ യാത്രകളെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഒരുപക്ഷെ ആ ഒരു കാര്യം തന്നെ ആയിരിക്കില്ലേ കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നത്. അതായത് ശശി തരൂർ വിദേശ പര്യടനത്തിന് പോയി എന്നതിനപ്പുറത്തേക്ക് അവിടെ ചെന്ന് ഒരു സ്വാധീനം ചെലുത്തി. അതായത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ട് ഒരു തരംഗം അവിടെ സൃഷ്ടിച്ചു. അത് തന്നെ ആയിരിക്കില്ലേ കോൺഗ്രസിന് ചൊടിപ്പിച്ച ഒരു കാര്യം. അത് തന്നെ ആയിരിക്കില്ലേ അപ്രഖ്യാപിതമായ ഒരു ഭ്രഷ്ട് ശശി തരൂരിന് കോൺഗ്രസ് കൽപ്പിച്ച് നൽകിയതിന് കാരണം. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിൽ ഇപ്പോൾ KC വേണുഗോപാലാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടുക്കളയിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ KC വേണുഗോപാൽ നടപ്പാക്കുന്നു. അപ്പോൾ ഈ KC വേണുഗോപാലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പോൾ ശശി തരൂരിനെ പോലെ ഒരു വലിയ കഴിവും പ്രാഗൽഭ്യവും ഭാഷാ വൈദഗ്ധ്യവുമൊക്കെ ഉള്ളൊരു ആൾ വളർന്നു വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കാതിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ ഈ സ്വന്തം പാർട്ടി പാളയത്തിലുള്ളവരെ തന്നെ ഇത്തരത്തിൽ മറ്റ് പാർട്ടിയിലേക്ക് പോകുന്ന സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് എടുക്കുന്നതെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തരൂരിന് മോസ്കോയിൽ തന്നെ നിർണായക ദൗത്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിലും ചെന്ന് അദ്ദേഹം പറയുന്ന വാക്കുകൾ എല്ലാവരും കാതോർക്കുകയാണ്. അതായത് അദ്ദേഹം ഒരു തവണ പറഞ്ഞത് സ്വന്തം വീട്ടിൽ പാമ്പിനെ വളർത്തുമ്പോൾ അത് അയലത്തുകാരെ മാത്രം കടിക്കണമെന്ന് ശടിക്കുന്നത് ശരിയല്ല എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവരെയും കയറി കടിക്കുക. അത് ഭീകരവാദത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചതാണ്. അപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന് ശേഷം തരൂർ വിശദ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. മോസ്കോ യാത്രയും അന്ന് ചർച്ചയായിരുന്നു. അത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശേഷം തനിക്ക് വിദേശകാര്യ നയത്തിൽ രാഷ്ട്രീയ വേർതിരിവ് ഇല്ലാതായെന്നും ശശി തരൂർ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തുള്ള ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ചോ അതൊന്നും ചർച്ച ചെയ്തില്ലെന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നെഹ്റുവിൻ്റെ കാലത്തുള്ള ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള കാര്യം ഇപ്പോൾ പറയുന്നതിൻ്റെ പ്രസക്തിയില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് അവർ പറയുന്ന വിമർശനമായിട്ട് വരുന്നത്. ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം BJP നല്ലൊരു സ്ഥാനം അദ്ദേഹത്തിന് നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോകുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.